everyone, it's me Riches Kochikari Chaiti. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പോൾ അവന്റെ ഒരു വണ്ടി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു റീലും അതുപോലെ തന്നെ ആ വണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി വണ്ടി ഇവിടെ മൂടിയിട്ടേക്കണേണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ ഇട്ടാണ് വണ്ടി മൂടിയിട്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വണ്ടി, നമ്മുടെ ആൾട്ടോ LXI ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൾട്ടോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രം നമ്മളിനി അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആക്ച്വലി ഇവർ ഈ ഒരു വണ്ടി എടുത്തത് ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർ യൂസിങ് വളരെ കുറവാണ്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വണ്ടി കൊടുക്കാനായിട്ട് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. KL 39 രജിസ്ട്രേഷൻ, തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് എരൂരാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള വണ്ടികളുടെയൊക്കെ ഒട്ടുമിക്കതും KL 39 ആയിരിക്കും. ജസ്റ്റ് കണ്ടോ, KL 39, 32 ചേർത്തല വണ്ടി ഉണ്ട്, പിന്നെ ഒരു 39 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഇവർ ഇപ്പം യൂസ് ചെയ്യുന്ന ഈ ഓണർ നേരത്തെ ഒരു ലേഡി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വണ്ടിയാണിത്. ആ കസ്റ്റമർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് 2011 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ആയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. 2011 ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്ഡ് ആയിട്ടില്ല കേട്ടോ. പിന്നെ വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല, അത് ഉള്ളത് പറയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി 2011 വണ്ടിയാണ്. ഇപ്പം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം യൂസ് ചെയ്യുന്ന കസ്റ്റമർ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു ലേഡി കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ആ സമയത്ത് വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒന്നും കൂടെ പറയാവേ. കുറവാണ് എന്തായാലും കിലോമീറ്റർ. 36,643 കിലോമീറ്റർ ആണ് ഇപ്പൊ നിലവിൽ വണ്ടി ഓടിയിരിക്കുന്നത്. ഇന്റീരിയർ ഒക്കെ നല്ല പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. ഇതുണ്ടോ, സീറ്റ് കവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ബാക്കും കൂടെ കാണിച്ചു തരാം. സീറ്റ് കവേഴ്സ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താണോടാ? ഓക്കെ, കസ്റ്റമർ ഇപ്പൊ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. എൻ്റെ ഫ്രണ്ടാണ്, ചെറുപ്പം മുതൽ ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. എന്തുവാടാ ചിരിക്കുന്നത്? ഇവനുണ്ടല്ലോ, ഞാനൊരു കഥ പറയട്ടെ. ഇവനില്ലേ, നമ്മൾ ഈ പണ്ടത്തെ നമ്മളുടെ റബ്ബർ ചെരുപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ റബ്ബർ ചെരുപ്പ് നമ്മൾ ഇട്ടിട്ട് തേയുമല്ല, അപ്പൊ ഒരുമാതിരി ഈ ബ്ലേഡ് കണക്കാകും. എന്നിട്ട് ഇവനും ഞാനും കൂടെ അമ്പലപ്പുറമിൽ കിടന്ന് തല്ലു പിടിച്ചിട്ടുണ്ടല്ലോ. ഇവൻ ആ ചെരുപ്പ് വെച്ചിനെ എറിഞ്ഞ് അവിടെ കിടന്ന് പൊരിഞ്ഞിടിയായി. പിന്നെ മണ്ണ് വാരി എറിയല്, പിന്നെ ഞാൻ എൻ്റെ ചെരുപ്പ് എടുത്തെറിയല്, അങ്ങനെ കുറേ കുസൃതികൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിലിപ്പോ എനിക്ക് എപ്പോൾ ഇവനെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആ റബ്ബർ ചെരുപ്പ് വെച്ചാൽ മറ്റേ ഏറുപന്ത് എറിയത്തില്ല, അതുപോലെയാണ് അടിച്ചിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ഞാൻ തിരിച്ചടിക്കുമ്പോ അമ്മ ഇവൻ അത് പിടിച്ചിട്ട് വീട്ടിലേക്ക് ഓടും. എന്നിട്ട് പിന്നെ തിരിച്ചെന്നെ അടിക്കുമ്പോൾ ഞാനും കരയില്ല, പിന്നെ ഞാനും ഓടും വീട്ടിലേക്ക്. അങ്ങനെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളുടെ വീട് തൊട്ട് സൈഡിലൊക്കെ എന്നിട്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീടായത് കൊണ്ടിട്ട് തന്നെ അത് ഞാൻ പറയണ്ട, ഇവര് നടക്കണം. എന്താണ്, കല്യാണം കഴിഞ്ഞോണ്ട് ഞാനൊന്നും പറയാനില്ല. എന്താണ് യെസ്. അപ്പൊ ഇവൻ അവിടെ വീട്ടിൽ കിടന്ന് ഉണ്ടാക്കുന്ന മേടൊക്കെ നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തും കേൾക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന മേടൊക്കെ ഇവർക്കും കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു ഞങ്ങള്. അപ്പോൾ നമ്മള് കണ്ടന്റ് തെന്നിപ്പോയി ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ. പിന്നെ ഇതില് എക്സ്ട്രാ ഇവര് വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോടാ, ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയറിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഓപ്പൺ ചെയ്യൂ. ക്യാമറ എക്സ്ട്രാ ഇവര് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. അതൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളെ പൊങ്കാലിടും ആൾക്കാര്. ഇപ്പൊ ഞാൻ ഒന്നത്തെ കാര്യം ഏറിലാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്താടാ
നിങ്ങൾ ചെയ്താണ്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ എക്സ്ട്രാ ആ കസ്റ്റമറുടെ നേരത്തെ ഉള്ള കസ്റ്റമറുടെ നിന്ന് എടുത്തതിന് ശേഷം എടുത്തതാണ് കേട്ടോ. AC ഒക്കെ പക്കാ വർക്കിംഗ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇനി നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാവേ. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടല്ലോ. ഇവിടെ ഒന്ന് ഹെഡ്ലൈറ്റ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് കാണിച്ചോ, ഇവിടെ ഉണ്ട്. ഇത് ഈ വണ്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കാർ, ഒരു എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാർ നോക്കുന്നവർക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാവുന്നതാണ്. ഓടിച്ച് പഠിക്കുകയും ചെയ്യുക, കൈ തെളിയിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ആൾട്ടോ LX ആയിട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണേ. പെട്രോളൊക്കെ ഇല്ലേടാ? എങ്ങോട്ട് പോകാനാടോ ഇവിടുന്ന്? ഈ വണ്ടിയില്ലേ പരിപ്പായിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. സാധാരണ നമുക്ക് ഏതെങ്കിലും ആൾട്ടോയൊക്കെ ഓടിക്കുമ്പോൾ നമുക്കത് ശരിക്കും വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ലോ കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു വണ്ടിയാണ്. കണ്ട, ക്യാമറയൊക്കെ വർക്കിംഗ് ആണ്, റെക്കോർഡാണ് കേട്ടോ ഇപ്പൊ നിലവില്. ഈ സാധനം സെറ്റ് ചെയ്തതിന് എത്രയാടാ? 8 രൂപ എടുത്ത്. ഒന്നുമില്ല. എന്നാലും ഇത് എടുക്കുന്നവർക്ക് വണ്ടി എടുക്കുന്നവർക്ക് മേ ബി ഉപകാരം ഉണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടപ്പന്ന് പറഞ്ഞിട്ടാണ് റോഡിൽ ഓരോരോ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പ്രൂഫ് ആണ് ആക്ച്വലി ഇത്, ഈ ഒരു ക്യാമറ, സോറി റെക്കോർഡർ. നേരെയാണോ? നേരെ പോകാനല്ലേ? വർക്ക് 2 ദിവസം എറണാകുളം. സാധാരണ നമ്മൾ ഈ ആൾട്ടോ സെന്നിന്റെ അകത്തോടെ കയറുമ്പോ ഈ ഒരു ടൈമില് ചൂടുള്ള സമയത്ത് നമ്മൾ ഇരുന്ന് വേഗം. പക്ഷെ നല്ല കൂളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. ഞാനിപ്പോ ഒരു സെന്ന് ഓടിച്ചിട്ട് വന്നോളൂടാ കണ്ണാ. പിന്നെ അത് ചേച്ചി ഹോൺ അടിച്ചിട്ടും ചേച്ചി ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിരുന്നു. ഷോറൂമിന്റെ തുടങ്ങാൻ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായി. സൈഡിൽ ഞാൻ സ്ക്രാപ്പിന്റെ ഇതും കൂടി പ്ലാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നൈസായിട്ട്. അപ്പൊ അതിലൊരു ജീപ്പ് ഉണ്ടായി. ജീപ്പല്ല, താറ്. അത് ഇന്ന് രാവിലെ ഒരു കസ്റ്റമർ വന്നിട്ട് ആ വണ്ടി എടുത്തോണ്ട് പോയി.
ഒരു മിനി കൂപ്പർ വന്നിട്ടുണ്ടല്ലോ. ഹലോ. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു. നല്ല പഴം പോലെ ഇരിക്കുന്ന വണ്ടി. ഓക്കെ, 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പവർ സ്റ്റിയറിങ്ങും എല്ലാം കൊണ്ടും അടിപൊളി. അപ്പോ ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് എല്ലാരും ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. നമ്മൾ ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1,30,000 രൂപയാണ്. വില കൂടുതലാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതുമായിരിക്കും. പക്ഷേ ഈ വിലയ്ക്ക് ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ലോ കിലോമീറ്റർ ആണ്, പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയും കൂടെയാണ്. വണ്ടി നിങ്ങൾ വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്തിട്ട് നിങ്ങൾ വണ്ടി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വിറ്റു ഇങ്ങനെ വിറ്റു അറിയാല്ല, ഞാൻ പറയണില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒന്ന് നിങ്ങൾ DM ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. പിന്നെ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് വരുമ്പോൾ ഒരു മെക്കാനിക്കായിട്ട് വന്ന് വണ്ടി ഓടിച്ച് വാല്യുവേഷൻ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലറ ചില്ലറ നമ്മുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്, സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിരുന്നത്. അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെ മനസ്സിലാക്കി വന്ന് വണ്ടി എടുക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.